നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ലാ അക്കാദമിയിൽ സംഘർഷം. ലാ അക്കാദമി ലാ കോളേജിലെ വിദ്യാർത്ഥി സമരത്തിനിടെ വീണ്ടും സംഘർഷം. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ട് യുവാക്കളുടെ ആത്മഹത്യാ ഭീഷണി. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്താനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം തടഞ്ഞ ഫയർഫോഴ്സ്. ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പോലീസിനു നേരെ കല്ലേറ്. മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ABP പ്രവർത്തകൻ ഷിമിത്തിനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് താഴെയിറക്കി. പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. സ്ഥിതിഗതികൾ വഷളായതോടെ സമരപന്തലിലേക്ക് രാഷ്ട്രീയ നേതാക്കളുടെ ഒഴുക്ക്. അതേസമയം പ്രശ്നപരിഹാരത്തിന് വിദ്യാർത്ഥികളുമായി സബ് കളക്ടർ ദിവ്യ S. അയ്യർ നടത്തിയ അനുരഞ്ജന നീക്കവും അലസി. പ്രിൻസിപ്പലിന്റെ രാജിയും പോലീസ് നടപടിയും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കാമെന്ന മറുപടി വിദ്യാർത്ഥികൾ തള്ളി. സർക്കാരിന് രൂക്ഷ വിമർശനം. സംസ്ഥാനത്തെ ഭരണപ്രതിസന്ധിയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ്. ഇടതുമുന്നണിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെയും കലഹം സർക്കാരിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തിയെന്ന് വിമർശനം. അതിരപ്പള്ളി മാവോയിസ്റ്റ് വിവരാവകാശം ലാ അക്കാദമി വിഷയങ്ങളിൽ CPI നിലപാട് CPM-ന് വിരുദ്ധമെന്നും രമേശ് ചെന്നിത്തല. അരിവില കുതിച്ചുയർന്നിട്ടും സർക്കാർ ഇപ്പോഴും മൗനത്തിൽ. പാർട്ടിയിൽ വിഭാഗീയത പരിഹരിച്ചെന്ന് പറയുമ്പോഴും VS അച്യുതാനന്ദൻ സ്വീകരിക്കുന്നത് പാർട്ടിക്കെതിരായ നിലപാടുകൾ. ലാ അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല. ചിന്നമ്മയിൽ അനിശ്ചിതത്വം. നിയുക്ത മുഖ്യമന്ത്രി VK ശശികലയുടെ സ്ഥാനാരോഹണത്തിൽ അനിശ്ചിതത്വം തുടരവെ DMK-യിൽ പൊട്ടിത്തെറി. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് മുതിർന്ന നേതാവും മുൻ സ്പീക്കറുമായ PH പാണ്ഡ്യൻ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് പോയസ് ഗാർഡനിൽ വാക്കുതർക്കമുണ്ടായി. ജയലളിതയെ ആരോപിച്ചു തള്ളിയെന്നും ആരോപണം. 2011-ൽ പാർട്ടിയിൽ നിന്നും വീട്ടിൽ നിന്നും ശശികലയെ പുറത്താക്കിയതാണ്. അങ്ങനെ ഒരാൾ മാപ്പ് പറഞ്ഞ് കൂടെ കൂടുകയും ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നതും അംഗീകരിക്കാനാകില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി പദത്തിൽ തുടരാനും ശശികലയ്ക്ക് ഒരു യോഗ്യതയുമില്ലെന്നും PH പാണ്ഡ്യൻ. എന്നാൽ ആരോപണം അടിസ്ഥാനമില്ലാത്തതെന്ന് ശശികല വിഭാഗം. അതിനിടെ ജയലളിതയുടെ മരണവിവരം സംബന്ധിച്ച് അപ്പോളോ ആശുപത്രി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ദീപ ജയകുമാർ. തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ളത് ഭരണസ്തംഭനം. മുഖ്യമന്ത്രിയായി ശശികലയെ ജനങ്ങൾക്ക് വേണ്ടെന്നും സഹോദരപുത്രി. അടുത്തയാഴ്ച വരാനിരിക്കുന്ന സ്വത്തുകേസിലെ വിധി ശശികലയ്ക്ക് പ്രതികൂലമായാൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനാകില്ല. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ഭരണപ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഗവർണർക്ക് അറ്റോർണി ജനറലിന്റെ നിയമോപദേശം. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ. പവൻ 22,160 രൂപ. വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.